അവർക്ക് ഗിന്നസിന് അതിന്റെ ഓരോ വ്യക്തികളെ പേരും വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ലോക്കാവും. 1,544 പേരിൽ പങ്കെടുപ്പിച്ച് നേടിയ ആ റെക്കോർഡിൽ അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അതിന്റെ പാർട്ടിസിപ്പന്റ്. ഒരു ഇന്ത്യക്കാരെന്നല്ല, ഒരു വിദേശിക്കും ആ ഭരതനാട്യത്തിൽ പങ്കെടുത്തതായി അയാൾക്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് അയാൾക്ക് ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങളെ പേരിൽ തന്നെ ഞാൻ എടുത്തു തരാനുള്ള കാരണം അതാണ്. ഈ സർട്ടിഫിക്കറ്റ് ആർക്കും സാധിക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒരു റെക്കോർഡ് നേട്ടത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഈ റെക്കോർഡ് ലഭിക്കുന്നതിന് കാരണമായ വ്യക്തിയാണ് എൻ്റെ അടുത്തുള്ള സലീം പടവണ്ണ. അതായത് 2024 ഡിസംബർ മാസത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് മൃദംഗാവിഷൻ ഒരു ഭരതനാട്യം സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. 10,000-ലധികം ആളുകൾ പങ്കെടുത്ത ഒരു ഭരതനാട്യമായിരുന്നു അത്. ആ ചടങ്ങ് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അതുകൊണ്ടൊന്നും ആയിരുന്നില്ല. MLA ആയിരുന്നു മാ തോമസ് വീണ് പരിക്ക് പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചടങ്ങ് ജനശ്രദ്ധയിലേക്ക് എത്തുന്നതും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്താവുന്നു. എന്തൊക്കെയായാലും അതുമായി ബന്ധപ്പെട്ട് ഈ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തട്ടിപ്പിലേക്കാണ് ഇന്ന് മറുനാടൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് നാഷണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള സലീം പടവണ്ണ അല്ലെങ്കിൽ ഗിന്നസ് പടവണ്ണയാണ്. ഗിന്നസ് സലീമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹം എൻ്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്ന് എന്നെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സലീം ഇപ്പം നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇങ്ങനെ സാമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് ഒറിജിനൽ കിട്ടുമോ? അത് കിട്ടും. അത് നമ്മൾ അതിന്റെ പണം അടച്ചു കഴിഞ്ഞാൽ 1099 രൂപയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ചാർജ്. നിങ്ങൾ പണം അടക്കുന്നതോടെ നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും. അതിന്റെ പ്ലസ് നിങ്ങൾ അതിന്റെ പോസ്റ്റൽ ചാർജ് കൂടി അവർക്ക് പേ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആയിട്ട് കിട്ടും. ഇത് വേറെ എന്തെങ്കിലും കുഴപ്പമില്ല. ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഡാൻസ്. പക്ഷേ അല്ല, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അപ്പോൾ ആർക്ക് വേണമെങ്കിലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം, അത് ലഭിക്കുകയും ചെയ്യും, അങ്ങനെയാണോ? അതായത് നമ്മളിത് ഒരു ഗ്രൂപ്പ് ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കറക്റ്റായിട്ട് രജിസ്റ്റേർഡ് ഫോമുകളും കാര്യങ്ങളൊക്കെ ഇത് ഫില്ല് ചെയ്യണം. അങ്ങനെ നമ്മൾ അത് രജിസ്റ്റേർഡ് ചെയ്ത് അവർക്ക് ഗിന്നസിന് അതിന്റെ ഓരോ വ്യക്തികളെ പേരും വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ലോക്കാവും. അതിൽ നിന്ന് മറ്റൊരാൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയില്ല. പക്ഷെ ഇതിപ്പോ ഓപ്പൺ ആണ്. ഇതിൽ ഇത് മൃദംഗാവിഷൻ അവിടെ പ്രോഗ്രാം നടത്തി. ഇപ്പൊ മൃദംഗാവിഷൻ മാത്രമേ ഉള്ളൂ പ്രോഗ്രാമില്. മറ്റേ ദിവ്യ ഉണ്ണി ഇല്ല, ആരും ഇല്ല. പക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ ഈ 1,544 പേരിൽ പങ്കെടുപ്പിച്ച് നേടിയ ആ റെക്കോർഡിൽ അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ് അതിന്റെ പാർട്ടിസിപ്പന്റ് ആ ഭാഗം പാർട്ട്. അതിന് കാരണം വെച്ചാൽ അതിന്റെ പേപ്പർ ഫോർമാലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ദോഷം എന്ന് വെച്ചാൽ കളിച്ചവർ അതിന് അർഹതയില്ലാതെ പോകുന്നു. അവർക്ക് അറിയുന്നില്ല. കാരണം ഇതെന്താണ്, എങ്ങനെ ഇതിൽ പോകണം എന്നില്ല അവർക്ക് അറിയില്ല. എന്നെ പോലെ ഭരതനാട്യത്തിന്റെ ABCD പോലും അതെ 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 ആർക്കും ഇനി അതില് എനിക്ക് ഒരു ഇന്ത്യക്കാരെന്നല്ല, ഒരു വിദേശിക്കും ആ ഭരതനാട്യത്തിൽ പങ്കെടുത്തതായി അയാൾക്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് അയാൾക്ക് ഉണ്ടാക്കാം. ശരിക്കും വലിയൊരു തട്ടിപ്പാണ് നമ്മളിപ്പം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഗിന്നസ് റെക്കോർഡ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണോ അതോ ഈ മൃദംഗാവിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വീഴ്ചയാണോ? ശരിക്കും എന്ന് പറഞ്ഞാല് വാങ്ങുന്ന പണത്തിന് കൂറ് കാണിച്ചില്ല. അതായത് കലാകാരന്മാരോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഇവർക്ക് എങ്ങനെ മൃദംഗാവിഷൻ എന്നൊക്കെ പേരിടാൻ സാധിച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവരൊരു എന്തില്ലെങ്കിലും ഒരു വീക്കിലി ആണല്ലോ, 6 വർഷത്തിനും കൊണ്ട് 6 വീക്കിലി ഇറക്കാൻ സാധിച്ചല്ല അവർക്ക്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതില് ഈ മൃദംഗാവിഷന് പുറമെ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൊപ്പറേറ്റർ പേരാണ്, എന്തോ ഒരു നികോഷ് കുമാർ എന്ന് പറഞ്ഞ ആളെ പേരാണ്. പിന്നെ ഇതിന്റെ CEO ഒക്കെയാണ് അടുത്ത റെക്കോർഡ് ഹോൾഡർ. ഇവർക്ക് 3 ആൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതായത് മൃദംഗാവിഷൻ, പിന്നെ നികോഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി, പിന്നെ അതിന്റെ CEO സമീർ. ഇവർക്ക് 3 ആൾക്കാണ് ഈ ഗിന്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളത്. 10,000-ലധികം നർത്തകര്, ഒരു നർത്തകരും ഇല്ല. ഇവർക്ക് നർത്തനം അറിയോന്ന് എനിക്കറിയില്ല. കാരണം ഈ 3 പേർക്ക് നർത്തനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടുള്ളത്. എന്തായാലും ആ ദിവ്യ ഉണ്ണി അല്ലേ ദിവ്യ ഉണ്ണി എന്നല്ല പേര്, പക്ഷെ അവരൊക്കെ വലിയൊരു കലാകാരിയാണ്. പക്ഷെ അവരൊക്കെ ഇത്രത്തോളം വഞ്ചിക്കപ്പെടുന്ന അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം സിനിമകളിലൊക്കെ ഒരുപാട് വഞ്ചന സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും. പക്ഷെ പച്ചയായൊരു വഞ്ചന, അത് ചെറിയ കുട്ടികൾ വരെ അന്ന് ആ പ്രോഗ്രാമിൽ ഭരതനാട്യം കളിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇവരൊക്കെ കളിക്കുന്നത്. പക്ഷെ ആ പ്രതീക്ഷക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ചൂഷണം ചെയ്യുമ്പോൾ നമ്മളെ നിയമവ്യവസ്ഥ ശരിക്കും ഉണരേണ്ടിയിരിക്കുന്നു.
തീർച്ചയായിട്ടും. അപ്പൊ അന്ന് ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എറണാകുളത്തുണ്ടായിരുന്നു. നമുക്ക് സലീംക്കെ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ, അതിൽ തന്നെ പ്രധാനമായിട്ടും കൊച്ചു കുട്ടികൾ വരെ എത്രയോ മണിക്കൂർ സമയം അവിടെ കാത്തു നിന്ന് അവർക്ക് മതിയായിട്ടുള്ള ഭക്ഷണം പോലും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. അവർ അവിടെ നിൽക്കുന്നതും പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവരെല്ലാവരും അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു ഫലവും ഇല്ലാതെയായി എന്നുള്ളതാണ്. കാരണം ഇപ്പം ഗിന്നസ് റെക്കോർഡ് വന്നിരിക്കുന്നത് മൃദംഗാവിഷിന്റെയും ഈ നിഘോഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ഈ സമീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെയും സിയായിട്ടുള്ള സമീർ എന്ന് പറഞ്ഞ വ്യക്തിയുടെയും പേരിലാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സ്കാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അന്വേഷണം നടക്കാതെ ശരിക്കും അന്വേഷണം നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഗിന്നസ് ഇത് തടയുമായിരുന്നത്, ഈ റെക്കോർഡ് തടയുമായിരുന്നു. കാരണം വെച്ചാൽ അത്രയും തടയേണ്ട വിധത്തിലുള്ള അതിന്റെ പോരായ്മകൾ, വീഴ്ചകൾ ആ റെക്കോർഡിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് പിന്നെ ഫോളോ അപ്പ് അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടില്ല എന്നല്ലാണ്ട് സത്യം മനസ്സിലാക്കേണ്ടത്. കാരണം വെച്ചാൽ ഇതൊക്കെ എന്ത് സംഗതിയാണെങ്കിലും ആ ഒരു സംഗതി സംഭവിക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറി നടക്കുന്നു, അതിന്റെ പേരിൽ ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് ഇതൊന്നും നടക്കുന്നില്ല എന്ന സത്യമാണ്. ഇതൊക്കെ നഗ്നമായ സത്യമാണ്. ഇപ്പോൾ നമുക്ക് വന്ന സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങളെ പേരിൽ തന്നെ ഞാൻ എടുത്തു തരാനുള്ള കാരണം അതാണ്. ഈ സർട്ടിഫിക്കറ്റ് ആർക്കും സാധിക്കും. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മളൊരു റെക്കോർഡ് കാണുമ്പോൾ എടുത്ത് ചാടരുത്. ആ റെക്കോർഡ് കൊണ്ട് എന്താണ്, ആർക്കാണ് ബെനിഫിറ്റ് നമ്മൾ പഠിക്കണം. നമുക്ക് അതിന്റെ പാർട്ട് എന്താണ്, അതിന്റെ ഫോമിൽ നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് ഗിന്നസിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, അതാ ഇവരെ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് വ്യക്തമായ ഫോമുകളിൽ എവിഡൻസിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചേർന്ന ആളുകൾക്കും തന്നെ ഒരു നിയമ നടപടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം. കാരണം കോടതിയിൽ മറികടക്കാനുള്ള ഒരുപാട് വകുപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ഇത്രയും പൈസ പറ്റിക്കാൻ പഠിച്ചവർക്ക് നല്ല നിയമ ഉപദേശം കിട്ടിയിട്ട് തന്നെ ആവും ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. കാരണം എന്തെങ്കിലും കമ്മീഷനൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ശരിക്കും ഇവർക്ക് ഒരു ഗിന്നസ് കിട്ടാൻ വേണ്ടിയിട്ട് 10,000 ആൾക്കാർ, 10,500 ആൾക്കാർ ആ ഗ്രൗണ്ടിൽ നിന്ന് ഡാൻസ് കളിച്ചു കൊടുത്തു എന്നാണ് അതിന് ചുരുക്കം. എന്താണ് ഇതിലൊക്കെ പറയാനുള്ളത്? ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിലാണ് നടക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്? എന്തെല്ലാം അന്വേഷണങ്ങൾ നടന്നു? എന്തെങ്കിലും എത്തിയോ എവിടെയെങ്കിലും? ലാസ്റ്റ് അവർക്ക് കിട്ടിയത് സർട്ടിഫിക്കറ്റും കിട്ടി. ഇതല്ലേ ഇപ്പൊ സത്യം. പല സർക്കാരുകളും നടത്തുന്നുണ്ടെങ്കിലും അവർ ആർക്കും മറ്റുള്ളവർക്ക് പൈസ വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. സർക്കാരുകളൊക്കെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാർട്ടിസിപ്പന്റ് ആകുമ്പോൾ നമുക്ക് എന്താ, നമ്മളൊരു നാടിന് വേണ്ടിയിട്ട്, അല്ലെ കേരളത്തിന് വേണ്ടിയിട്ട്, അല്ലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ അണിനിരക്കുന്നു. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഇത് ആർക്ക് വേണ്ടിയിട്ട് അഭിമാനം കൊള്ളും? സ്വന്തം കയ്യിലുള്ള കാശ് കൊടുത്ത് മറ്റൊരു സ്ഥാപനത്തിന്, പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഗിന്നസ് നേടി കൊടുക്കാൻ നമ്മൾ അത്രയും പേരും നമ്മളെ സാമ്പത്തികം, നമ്മളെ സമയം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒന്ന് ആടി പാടി ആർക്കാ നേട്ടമുണ്ടായത്? തീർച്ചയായിട്ടും അതെ. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് 10,000-ഓളം ആളുകൾ ആ ദിവസം ആ ഭരതനാട്യത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് വന്നപ്പോൾ അത് വന്നിരിക്കുന്ന മൃദംഗാഭിഷിന്റെ പേരിലാണ്. അതിന്റെ മുകളിൽ നിങ്ങൾ ഈ മൃദംഗാഭിഷിന് വേണ്ടി നടത്തിയ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും പണം അടച്ചവർക്ക് കിട്ടുക അല്ലെ? അതിപ്പോ വേണമെങ്കിൽ ഞാൻ പണം അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കാണുന്ന സാമ്പിൾ എന്നതിന്റെ പേരിൽ വാട്ടർമാർക്ക് കാണുന്നുണ്ടാവുമല്ലോ എന്റെ പേരിലുള്ളത്, അത് ഞാൻ പണം അടച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്താണ് അതിന്റെ ഒറിജിനൽ സാധനം എനിക്ക് കിട്ടും. അപ്പൊ അത് ആർക്കും നേടിയെടുക്കാം, അതിന് ആർക്കും നേടാം. ആ 10,544 കഴിയുന്നത് വരെ ആർക്കും വാങ്ങാതെ. അതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്ത് തന്നെയായാലും വലിയൊരു അനീതിയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. ആ റിപ്പോർട്ട് വേണ്ട രീതിയിൽ കൊടുക്കാനും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ മൃദംഗാഭിഷൻ ഭാരവാഹികൾക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്.